ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ നന്നായി കഴുകിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ലൈം ജ്യൂസും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ സമയം കൊണ്ട് കുറച്ച് സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും അത് എടുക്കാം കേട്ടോ. എന്നിട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുന്ന ചിക്കൻ ഏകദേശം ആയിട്ടുണ്ടാവും. നമുക്കതൊന്ന് എടുത്ത് ഫ്രൈ ചെയ്ത് വെക്കാം. ചിക്കൻ വേണമെങ്കിൽ കുക്കറിലൊന്നിട്ട് വേവിച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുവാണെങ്കിൽ അത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് സ്പൈസസ് ഇടുക. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആകുമ്പോഴേക്കും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലൈം ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തൈരിൻ്റെ ഒരു പുളി അനുസരിച്ച് ആവശ്യത്തിന് തൈരും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ കുക്കറിലാണ് ചിക്കൻ വേവിച്ചതെങ്കിൽ ആ വേവിച്ച വെള്ളം കൂടെ ചേർത്തിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് ഇത് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോഴേക്കും നമുക്ക് റൈസ് ശരിയാക്കാം. അതിന് വേണ്ടിയിട്ട് നെയ്യിലേക്ക് സ്പൈസസും ചേർത്ത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചോറായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു പകുതി ചോറെടുത്ത് മാറ്റുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും ഗരം മസാലയും നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള മല്ലിയിലയും ഫ്രൈഡായിട്ട് സവാളയും കൂടി ഇടുക. അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ശരിയായിട്ടുണ്ടാവും. അപ്പോൾ ആ ചിക്കൻ മുഴുവനും ഈ ചോറിൻ്റെ മുകളിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ചോറ് ഈ ചിക്കൻ്റെ മുകളിലേക്കായിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് നെയ്യും ഗരം മസാലയും മല്ലിയിലയും പുതിനയിലയും പിന്നെ ഫ്രൈ ആയിട്ടുള്ള സവാളയും എല്ലാം ചേർത്ത് ഇതൊന്ന് അടച്ച് വെച്ച് ദം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നമ്മളൊരു ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുത്താൽ മതിയാവും.